ലോക ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ക്ലബ് ലോകകപ്പിന് കളമൊരുങ്ങുകയാണ്. 6 വൻകരകളിൽ നിന്നുള്ള 32 പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കുന്ന ഈ മെഗാ ടൂർണമെന്റിന് യുണൈറ്റഡ് സ്റ്റേറ്റിലെ 12 വേദികളാണ് ആതിഥേയത്വം വഹിക്കുന്നത്. വരാനിരിക്കുന്ന സീസണിനായുള്ള ക്ലബ്ബുകളുടെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് കൂടിയായി മാറും ഈ ലോകകപ്പ്. ടൂർണമെന്റിന് മുന്നോടിയായി യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾ നിരവധി പ്രമുഖ താരങ്ങളെയും പരിശീലകരെയും ടീമിലെത്തിച്ച് ശക്തി വർദ്ധിപ്പിക്കുകയാണ്. ഇത് ടൂർണമെന്റിന്റെ ആവേശം ഇരട്ടിയാക്കുന്നുണ്ട്. ക്ലബ് ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാണ് കുറിക്കുന്നത്. നിലവിൽ ഫിഫ ക്ലബ് ലോകകപ്പ് 7 ടീമുകൾ പങ്കെടുക്കുന്ന ഒരു ചെറിയ ടൂർണമെന്റ് ആണ്. എന്നാൽ 2025 മുതൽ 32 ടീമുകളുമായി ഈ ടൂർണമെന്റ് വിപുലീകരിക്കപ്പെടുകയാണ്. യൂറോപ്പിലെയും തെക്കേ അമേരിക്കയിലെയും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും വടക്കേ അമേരിക്കയിലെയും ഓഷ്യാനയിലെയും മികച്ച ക്ലബ്ബുകൾക്ക് പരസ്പരം ഏറ്റുമുട്ടാനുള്ള ഒരു അസുലഭ അവസരമാണിത്. ഫുട്ബോൾ ലോകത്ത് ആഗോളാധിപത്യം നേടാൻ ഓരോ ക്ലബിനും ഈ ടൂർണമെന്റ് ഒരു വലിയ അവസരം നൽകുന്നുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഫുട്ബോളിന് അത്ര ജനപ്രീതിയൊന്നും ഇല്ലാത്ത വടക്കേ അമേരിക്കൻ മണ്ണിൽ കായിക വിനോദത്തിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ലോകകപ്പ് മത്സരങ്ങൾ വിവിധ നഗരങ്ങളിലായി 12 വലിയ സ്റ്റേഡിയങ്ങളിലായാണ് നടക്കുക. ഇത് വലിയ തോതിലുള്ള കാണികളെ ആകർഷിക്കുകയും ടൂർണമെന്റിന് വാണിജ്യപരമായ പ്രാധാന്യം നൽകുകയും ചെയ്യും. ക്ലബ് ലോകകപ്പിനായി ടീമുകൾ തങ്ങളുടെ സ്ക്വാഡുകളെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ ശ്രദ്ധയാണ് നൽകുന്നത്. യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളായ റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ സിറ്റി, ചെൽസി, ബയേൺ മ്യൂണിക്, ബൊറുസിയ ഡോട്ട്മുണ്ട് എന്നിവരെല്ലാം പുതിയ താരങ്ങളെ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തെ രാജാക്കന്മാരായ റയൽ മാഡ്രിഡ് തങ്ങളുടെ പ്രതിരോധ നിരയെ ശക്തിപ്പെടുത്തുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പ്രമുഖ ക്ലബ്ബായ ലിവർപൂളിൽ നിന്ന് സ്റ്റാർ ഡിഫൻഡർ ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡിനെ സൈൻ ചെയ്തത് ഏറ്റവും ശ്രദ്ധേയമായ നീക്കമാണ്. അർണോൾഡിന്റെ ക്രോസിംഗ് മികവും പ്രതിരോധത്തിലെ കരുത്തും റയൽ മാഡ്രിഡിന് വലിയ മുതൽക്കൂട്ടാകും. കൂടാതെ ബോൺമൗത്തിൽ നിന്ന് യുവ പ്രതിരോധ താരം ഡീൻ ഹ്യൂസിനെയും റയൽ ടീമിലെത്തിച്ചു. വരാനിരിക്കുന്ന സീസണുകളിലേക്കുള്ള ഒരു ദീർഘകാല നിക്ഷേപം കൂടിയാണിത്. പെപ് ഗ്വാർഡിയോളയുടെ തന്ത്രങ്ങളിൽ പുതിയ കൂട്ടിച്ചേർക്കലുകളുമായി മാഞ്ചസ്റ്റർ സിറ്റി വന്നിരുന്നു. റയാൻ ചെർക്കി, ടിയാനി റൈൻഡേഴ്സ്, റയാൻ നേറ്റ്നോരി എന്നിവരെ സ്വന്തമാക്കിയത് ടീമിന്റെ മധ്യനിരയ്ക്കും പ്രതിരോധത്തിനും കരുത്തു പകരും. കൂടാതെ ഒമർ മർമോഷ്, നിക്കോ ഗോൺസാലസ്, അബ്ദുൽ ഖാദർ ഗുസനൌ, വിക്ടർ റൈറ്റ് എന്നിവരെയും ടീമിലെത്തിച്ച് സിറ്റി സ്ക്വാഡിന്റെ ആഴം വർദ്ധിപ്പിച്ചു. പെപ് ഗാർഡിയോളയുടെ കോച്ചിംഗ് ടീമിൽ ലിവർപൂളിന്റെ മുൻ അസിസ്റ്റന്റ് കോച്ച് പെപ്പിൻ ലിൻഡേഴ്സ്, ഫിസിയോ ജെയിംസ് എന്നിവരെയും ഉൾപ്പെടുത്തിയത് ടീമിന്റെ പ്രൊഫഷണലിസം വർദ്ധിപ്പിക്കുന്നുണ്ട്. യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ചെൽസി, മാഞ്ചസ്റ്റർ സിറ്റി ലിയാം ഡെലപ്പിനെ ടീമിലെത്തിച്ചിട്ടുണ്ട്. ചെൽസിയുടെ ഭാവി പദ്ധതികളിൽ ഡെലപ്പിന് വലിയ പങ്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജർമ്മൻ വമ്പന്മാരായ ബയേൺ മ്യൂണിക് ലെവർക്യൂസണിൽ നിന്ന് ജൊനാഥൻ ഡായെ സൈൻ ചെയ്തു. ബയേണിന്റെ പ്രതിരോധ നിരയ്ക്ക് ഇത് വലിയ ശക്തി നൽകും. യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ പ്രശസ്തരായ ബൊറൂസിയ ഡോട്ട്മുണ്ട് യുവപ്രതിഭ ജോബ് ബെല്ലിംഗാമിനെ ടീമിലെത്തിച്ചു. മുൻ താരം ജൂഡ് ബെല്ലിംഗാമിന്റെ സഹോദരനാണ് ജോബ്. ഇത് ഡോട്ട്മുണ്ടിന്റെ മധ്യനിരയ്ക്ക് പുതിയ ഊർജം നൽകും. ക്ലബ് ലോകകപ്പ് വെറുമൊരു ടൂർണമെന്റ് എന്നതിലുപരി വരാനിരിക്കുന്ന സീസണിനായുള്ള പ്രധാന ക്ലബ്ബുകൾക്ക് ഇതൊരു ലിറ്റ്മസ് ടെസ്റ്റ് കൂടിയാണ്. പുതിയ സൈനിങ്ങുകൾ ടീമിനോടൊപ്പം എത്രത്തോളം ഇഴുകിച്ചേരുന്നു, കളിക്കാർ തമ്മിലുള്ള കെമിസ്ട്രി, പുതിയ തന്ത്രങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുന്നു തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്താൻ ഈ ടൂർണമെന്റ് സഹായിക്കും. കളിക്കാർ പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും വലിയ മത്സരങ്ങളുടെ സമ്മർദ്ദത്തിൽ എങ്ങനെ പ്രകടനം നടത്തുന്നു എന്ന് മനസ്സിലാക്കാനും ഇത് അവസരം നൽകും. ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് വരാനിരിക്കുന്ന ലീഗ് മത്സരങ്ങളിലും ചാമ്പ്യൻസ് ലീഗിലുമെല്ലാം ടീമിന് വലിയ ആത്മവിശ്വാസം നൽകും. അതേസമയം മോശം പ്രകടനം കാഴ്ചവെക്കുന്നത് ടീമിന്റെ ആത്മവിശ്വാസത്തെയും ബാധിക്കുകയും ചെയ്യും. സീസണിന്റെ തുടക്കത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്താൻ ക്ലബ്ബുകളെ പ്രേരിപ്പിക്കുകയും ചെയ്തേക്കാം. ഈ ക്ലബ് ലോകകപ്പ് ഫുട്ബോളിന്റെ ആഗോളവൽക്കരണത്തിന് വലിയ സംഭാവന നൽകും. വിവിധ ഭൂഖണ്ഡങ്ങളിലെ ടീമുകൾക്ക് പരസ്പരം ഏറ്റുമുട്ടാനും തങ്ങളുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുമുള്ള വേദിയാണിത്. ഇത് ഫുട്ബോളിന് കൂടുതൽ ആരാധകരെ നേടിക്കൊടുക്കുകയും ചെയ്യും. പുതിയ മാർക്കറ്റുകളിലേക്ക് കായിക വിനോദത്തെ വ്യാപിപ്പിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് വടക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ ഫുട്ബോളിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കാൻ ഈ ടൂർണമെന്റ് സഹായിക്കും. 2026 വടക്കേ അമേരിക്കയിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിന് മുന്നോടിയായുള്ള ഒരു ട്രയൽ റൺ കൂടിയാണിത്. ക്ലബ് ലോകകപ്പിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ ടീമുകളുടെ വികസനത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഉപയോഗിക്കാനാകും. ഈ ക്ലബ് ലോകകപ്പ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർക്ക് ഒരു വലിയ ആവേശം നൽകുന്നുണ്ട്.
തങ്ങളുടെ പ്രിയപ്പെട്ട ക്ലബ്ബുകൾ ലോകത്തിലെ മറ്റ് മികച്ച ടീമുകൾക്കെതിരെ കളിക്കുന്നത് കാണാൻ അവർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ടീമുകളുടെ പുതിയ സൈനിങ്ങുകളും പുതിയ പരിശീലകരുടെ വരവും ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഓരോ മത്സരവും ഫുട്ബോൾ ലോകത്ത് പുതിയ ചരിത്രം കുറിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫുട്ബോൾ ലോകകപ്പ് പോലെ തന്നെ വലിയ പ്രാധാന്യത്തോടെ ക്ലബ് ലോകകപ്പും ആഗോള ഫുട്ബോൾ കലണ്ടറിൽ ഒരു പ്രധാന ഇവന്റായി മാറുമെന്നതിൽ സംശയമൊന്നും തന്നെയില്ല. ഈ ടൂർണമെന്റ് ക്ലബ്ബ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറും.